ഇന്നലെ രേണു സുധിയുടെ വിഷയം ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ചെയ്ത് തീർന്നപ്പോൾ ദാ കിടക്കുന്നു. തങ്കച്ചനെയും കൊണ്ടുവന്നിരുന്നിട്ട് വായ്ത്താളം പറയുകയാണ്. നല്ല രസമാണ് കേട്ടോ കേൾക്കാം. എനിക്ക് ഈ വീഡിയോ അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം രേണു എന്തൊക്കെ പറയുന്നുണ്ട്, കൊന്തയും കൊണ്ടിരുന്നിട്ടാണ് മന്ത്രമൊക്കെ പറയുന്നത്. അപ്പോൾ ഉണ്ട് അപ്പച്ചൻ ഇരുന്നു കൊണ്ട് കാര്യമായിട്ട് അങ്ങ് തട്ടി വിടുന്നുണ്ട്. ചാനൽ ഏത് എന്നാണ് ഇട്ടിരിക്കുന്നത്, മനോരമ ഓൺലൈൻ എന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തരാണ് മെയിൻ സ്ട്രീം ഓൺലൈൻ നിങ്ങൾ അതിനകത്തുണ്ട്. എന്നാലും ഫസ്റ്റ് തിങ് കുറച്ച് നേരം നമുക്കൊന്ന് കേൾക്കാം. വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കാം. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? പുള്ളി പറയുന്നത് ഞാൻ ആർക്കും സഹായം ചെയ്യത്തില്ല, ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ ഉണ്ട്. ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാളും മരിച്ചു പോയി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് വെറും കള്ളനും കണ്ണീരാക്കുന്ന ആ സ്വഭാവത്തെ ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത്. ദൈവമേ, ആരും ഞങ്ങളെ പോലെ ഇതുപോലൊരു അവസരത്തിൽ ചെന്നിട വരുത്തരുന്ന് ഞാൻ ചെയ്യുന്നവരോട് സാധിക്കും. കാരണം അതിന്റെ വേദന ഞങ്ങൾക്കറിയാം. മ്യൂസിക്കൊക്കെ ഉണ്ട് കേട്ടോ. മ്യൂസിക് മുന്നോട്ടുള്ള ധനസഹായങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട് നിർമ്മാണ പദ്ധതി ഒന്നും ഞാൻ ഇനി ആരെയും സഹായിക്കത്തില്ല. ഈ ഒരു സ്പീഡിൽ പറയടി പെണ്ണേ. സുധിയുടെ അപ്പനും അമ്മയും ഇവിടെ താമസിക്കാമെന്ന് ഓർത്തുന്നില്ല. അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് ഇവിടെ നാട്ടുകാർ പൈസ. എക്സാക്ട്ലി, അതൊരു ചോദ്യമല്ലേ, ചോദ്യമല്ലേ. സുധിയുടെ അച്ഛനും അമ്മയുമാണ് അവിടെ താമസിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടാണ് പൈസ കൊടുത്തിരുന്നത്. 100% ആളുകൾ പണം കൊടുത്തത് അതിനു വേണ്ടി തന്നെയാണ്. കാരണം സുധിയുടെ മക്കളാണ് അവിടെ ജീവിക്കേണ്ടത്, സുധിയുടെ മക്കൾ. അപ്പം മനസ്സിലായില്ലേ തന്ത? കാര്യം പിടിയിട്ടില്ലേ? നിന്റെ മോള് പ്രസവിച്ചത് ഒന്നേ ഉള്ളൂ. സുധി 2 പെണ്ണുങ്ങൾക്കൊപ്പം ഉണ്ട്. 3 ഉണ്ടായിരുന്നതിൽ 2 2 കുട്ടികളുണ്ട്. ആ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൊതുസമൂഹം കെട്ടിക്കൊടുത്ത വീടാണ് അത്. തന്തയുടെ വർത്തമാനം പാടുകയൊക്കെ കണ്ടാത്തൊന്നും തന്ത എന്തരാ കാശ് ചെലവാക്കി വീട് കെട്ടിക്കൊടുത്തെന്ന്. അങ്ങനെ ഓർത്താണ് ഇത് എല്ലാ സ്പോൺസർ പുള്ളി പറഞ്ഞത്. എല്ലാം സ്പോൺസറാ. സ്പോൺസർ എന്ന് പറയുമ്പോൾ നിന്റെ മകള് വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കിയ പൈസയല്ല. നിന്റെ മകളെ കണ്ട് അവളുടെ ചന്തം മേനി ചന്തം കണ്ടിട്ട് ആളുകൾ അന്തം വിട്ട് കൊടുത്തതുമല്ല സ്പോൺസർഷിപ്പ്. സിമ്പതി, സഹതാപം. നല്ലൊരു കലാകാരൻ പെട്ടെന്ന് അകാലത്തിൽ മരണമടയുന്നു, അതിൻ്റെ പുറത്ത് കൊടുക്കുന്ന സിമ്പതിയുടെ പേരിൽ കിട്ടിയതാണ് ആ ഔദാര്യം. അതിനെയാണ് ഇരുന്നുകൊണ്ട് താക്കി പിടിക്കുന്നത്. ആ കേൾക്കാം. കിങ്സ് എന്ന് പറഞ്ഞ അതുണ്ടാക്കിയ അവരുടെ സ്പോൺസർ ഓരോ സാധനം സ്പോൺസർ. ഈ 5 ഫാൻ അവസാനം എന്നോട് പറഞ്ഞു അതും വേണ്ട. ഇത് എല്ലാം ഞാൻ പറഞ്ഞതല്ല, ഫിറോസ് തന്നെ അന്ന് പറഞ്ഞിട്ടോ 2-3 പ്രാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ പുള്ളി ചാനൽ വഴി സംസാരിച്ചത്. ഞാൻ ഒരു കള്ളമല്ല, എനിക്ക് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. കള്ളം പറഞ്ഞിട്ട് എനിക്ക് 64 വയസ്സ്, കള്ളം പറഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാൻ ഇത്ര ഞാൻ സങ്കടം കൊണ്ട് ഞാൻ പറയാം. എന്നിട്ട് പോലും ഞാൻ ഈ ലോകത്തെ അറിയിക്കാതെ എന്താ പറയണ്ട പൊതിഞ്ഞു വെച്ചുകൊണ്ട് ഇത് എന്നെ ഇപ്പൊ പിന്നെ അവിടെ ആരാ താമസിക്കുന്ന ഇവിടെ വന്നിവിടെ താമസിച്ചു. തനിക്കാരെങ്കിലും ഇവിടെ കൊണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി താമസിച്ചു. അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇത്രയും ആക്ഷേപിക്കുന്ന മനുഷ്യരും എല്ലാവരും ഈ മലയാളികൾ കേൾക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഓരോ പൈസ മുടക്കിയ ഇത് പണിതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്നില്ല, എല്ലാ സ്പോൺസറും എല്ലാവരും പൈസ പിരിച്ചെന്ന് ഈ ഉണ്ടാക്കിയ ആള് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളൊന്ന് കാണണം. ഞാനത് വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാം. തേപ്പ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കാം. വിത്തി ഇങ്ങനെ പല്ലിടിച്ച പോലെ ആയിരിക്കും മുഴുവൻ. അത് മാത്രമേ കുഴപ്പമുള്ളൂ. ഫ്രണ്ട് പിന്നെ ചോരുന്നെന്ന് പറഞ്ഞത് ഈ രേണു പറഞ്ഞത് ശരിയാണ്. കോൺക്രീറ്റിന്റെ ഭാഗത്തൊന്നും ചോരുന്നില്ല. നമുക്ക് അറിയത്തില്ല അവിടെ കാണാൻ. ഈ സിറ്റ് ഔട്ടിന്റെ നിങ്ങൾ ഞാൻ നാളെ കാണും. ഈ സിറ്റ് ഔട്ടിന്റെ ബീമിന്റെ അടിഭാഗം പട്ടത്തിൽ ഇത്രയും പെട്ടെന്ന് ലീക്ക് ഉണ്ടാവും. ഞാൻ എന്നിട്ട് ഇന്ന് വരെ ഞാൻ വേണ്ടിയില്ല. എന്താ എനിക്ക് ആ ഇതൊന്ന് തരട്ടെ, നിങ്ങളെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്താ? നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ പേരും അഡ്രസ്സും ഇവിടെ വേണ്ടേ? ഇവനൊരു കാർഡ് വേണ്ട. ഇവന് 5 ശരിയാ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. ഈ കാര്യത്തിനെ പറ്റി നമ്മൾ ഫിറോസിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഫിറോസ് എണ്ണം പറഞ്ഞ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് അടച്ചാൽ അത് കിട്ടും, ആ ടാക്സ് ഞാൻ അടക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. എനിക്ക് നല്ല സൗകര്യം ഇല്ലെന്ന് കണക്കായി പോയി. എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. രേണുവിനെ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞു. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരവനെ സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? അത് വരുമ്പോൾ ഇവരാരെയും കൂടി ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല നിങ്ങൾ സംരക്ഷിക്കാൻ. അവിടെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ അവനെ നോക്കി ഇവിടെ ഇപ്പൊ താമസിക്കും. ഞങ്ങൾക്ക് വേണം, നാളെ വേണമെങ്കിൽ ഞങ്ങളങ്ങ് മാറും. അതിന് ഞങ്ങൾക്ക് ഒരു മടിയൊന്നുമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞു, ചെയ്യുന്ന കാര്യത്തിന് സത്യസന്ധത വേണം. ഈ പറഞ്ഞ വ്യക്തികൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ഓർക്കണം. അതിന് എത്ര വലിയ സമ്പന്നനായിക്കോട്ടെ, അല്ല വലിയ കോൺട്രാക്ടർ ആയിക്കോട്ടെ, ഇതാണോ പുള്ളി ചെയ്യേണ്ട ഒരു കാര്യം? ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ കാണണം. അപ്പനാണ് അപ്പൻ.
അങ്ങനെ ഒരു അപ്പൻ എവിടെ നിന്ന് കിട്ടി? അല്ലപ്പ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കണേ. അപ്പൻ ഉണ്ടാക്കിയതല്ലേ അടുത്തിരിക്കുന്നത്? ഓള കെട്ടിയോൻ ചത്തുപോയാ അപ്പനല്ലേ അപ്പ വീട് വെച്ച് കൊടുക്കേണ്ടത്? അപ്പൻ ചുമടെടുക്കാൻ പോണായിരുന്നപ്പ. അപ്പൻ എന്തെല്ലാം പണി ചെയ്യായിരുന്നപ്പ. എന്തെല്ലാം പണി ചെയ്തിട്ട് അപ്പനിക്കൊരു വീടുണ്ടാക്കി കൊടുത്തുകൂടായിരുന്ന? മോള് പെറ്റെങ്കിൽ മോള് നോക്കും. അതുപോട്ടെ, സുതിയല്ലേ മരിച്ചുള്ളൂ, മോള് അവിടെ ഇരിക്കുകയല്ലേ കുത്തുകല്ലുപോലെ. മോളിനി നോക്കട്ടെ. ഒരു കാര്യം ചോദിക്കോട്ടെ, അപ്പൻ്റെ മോള് ഇതുപോലൊരു കാര്യം ചെയ്തു, കുട്ടിയുണ്ടായി, ആ കുട്ടീനെ അപ്പൻ നോക്കണം അല്ലേ അപ്പ? അപ്പൊ പിന്നെ അതേ ഒരവസ്ഥ സുധിയുടെ അച്ഛനുണ്ടാവത്തില്ലേ? സുധിയുടെ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവത്തില്ലേ? അവരുടെ മകൻ്റെ കുട്ടിക്കൊപ്പം നിൽക്കാൻ, അതും മരണപ്പെട്ടു പോയ മകൻ്റെ കുട്ടിക്കൊപ്പം നിൽക്കാൻ ആഗ്രഹം ഉണ്ടാവത്തില്ലേ? ആ മൂത്ത കുട്ടി അങ്ങും ഇങ്ങുമൊക്കെ ഓടി നടക്കുന്നുണ്ട്, അതിനെ കിട്ടും. ഈ ഇളയ കുഞ്ഞിനെ അവരെ കൂടെ നിർത്തുന്നതിൽ കുറച്ചുകൂടെ സേഫ്റ്റി. മകൻ്റെ കുഞ്ഞായതുകൊണ്ട് അവർ പൊന്നം പോലെ നോക്കുകയും ചെയ്യും. നോക്കുകയോ ഇല്ലയോ? എന്താ നോക്കാത്തേ? ഇനിയിപ്പോൾ അവർക്കെതിരെ ആയിരിക്കും അടുത്ത പടപ്പുറപ്പാട് രാണു ചുതി ആണ്. നീ അതും പറയൂടി, അതിൻ്റെ അപ്പുറവും പറയും. അവർ ശരിയല്ല, അവർ അച്ഛനെ നോക്കൂലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ച് ഇവിടേക്ക് വന്ന് കയറിയത്. ഇതായിരിക്കും ഇനിയിപ്പോൾ അടുത്തൊന്ന് എഴുതി വെച്ചോ. അതാ ഇനി അടുത്ത ഡയലോഗ് അതാണ്. നീ നേരെ പോകുന്നത് പിന്നെ സുധിയുടെ അച്ഛൻ്റെ അമ്മയുടെ നേർക്കായിരിക്കും. അവരെ നെഞ്ചത്തോട്ട് കയറിയിരുന്ന് പൊങ്കാല ഇടുകയുള്ളൂ. അതാണ് ഇനി അടുത്ത് നടക്കാൻ പോണത്. ഈ അപ്പനിക്ക് ഒരല്പം പോലും ആത്മാഭിമാന ബോധമോ ഒരല്പം പോലും ബുദ്ധിയോ ഒന്നുമില്ല. തെണ്ടി തിന്നൂടെ മനുഷ്യ നിനക്ക്? നീ മനുഷ്യനാണോടാ? നിന്റെ മോളല്ലേ അടുത്തിരിക്കുന്നത്? നിന്റെ മോളെ മാപ്പിള വെച്ച വീടല്ല അത്. നീ പൈസ കൊടുത്തുണ്ടാക്കിയതല്ല അത്. നിന്റെ മോള എന്തെങ്കിലും കണ്ടിട്ട് നാട്ടുകാർ പണം കൊടുത്തതല്ല. സിമ്പതി. അകാലത്തിൽ മരണപ്പെട്ടു പോയ ഒരു കലാകാരനിക്ക് പൊതുസമൂഹം കൊടുത്ത റെസ്പെക്റ്റാണ് ആ വീട്. എത്രയോ മനുഷ്യർ വീടില്ലാതെ ടാർപ്പോ കെട്ടി ജീവിക്കുന്ന ആരെങ്കിലും ഒരാളെ പിടിച്ച് ആ വീടങ്ങ് കൊടുക്കുന്നതാണ് നല്ലത്. വസ്തു വിറ്റ കുട്ടികളുടെ പേർക്ക് ഇത്തിരി പൈസ അങ്ങ് ഇട്ട് കൊടുക്കുക. ഏത്? ഇളയ കുട്ടിക്കും മൂത്ത കുട്ടിയും 25 വയസ്സായാൽ മാത്രം അത് പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുത്ത് അങ്ങ് തട്ടി വിട്ടേക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനൊന്നിനും മെനക്കെടുത്ത് ഒരു വാടക വീട്ടിൽ കിടക്കുമ്പോൾ വാടക കൊടുക്കാനുള്ള പണം നമ്മൾ കൊടുത്തേക്കുക. 25 വയസ്സ് കഴിഞ്ഞ ശേഷം അത് എടുക്കട്ടെ എന്ന രീതിയിൽ അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഈ തന്തിയാനുണ്ടല്ലോ നമ്പർ 1 ഫ്രോഡാ ചന്ത. ഞാൻ എടുത്ത് കാണിക്കാം. അന്നേരം അതിന്റെ ദണ്ണം വരുമോ? അട്ടി വലിയടിച്ച പോലെ മുഴുവൻ മേളിന്ന് താഴോട്ട് അടർന്ന് വീണോണ്ടിരിക്കുക. അടുത്ത കൊല്ലം ഇത്രയും റിസ്കി ആയിട്ടുള്ള ആ പറമ്പിൽ നിങ്ങൾ എന്തിനു പോയി കിടക്കണ്? ഇങ്ങനെ അടർന്ന് വീഴുന്ന പറമ്പ് എപ്പോൾ വേണമെങ്കിലും തലേ വീഴത്തില്ലേ? മലന്നും കമന്നും നിന്നും നടന്നുമൊക്കെ അവിടെ ആൾക്കാരങ്ങ് ജനമാണല്ലേ. ചക്കരയ്ക്കകത്ത് ഈച്ച മൊച്ചി കണക്കാണ് ഇവറ്റുകൾ ആ വീട്ടിനകത്ത് കിടക്കണത്. കൂട്ടുകുടുംബ പരാധീനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് വന്ന് അവിടെ അങ്ങ് അട്ടിപ്പേറ. ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ചേച്ചിയുടെ മക്കളും അമ്മച്ചിയും അച്ചച്ചനും സർവത്ര വരും. പെങ്കോത്തന്മാരെല്ലാം അവിടെയുണ്ട്. പെണ്ണുങ്ങൾ പണിക്ക് പോകും, അവന്മാരവിടെ ഇരുന്നുകൊണ്ട് തിന്നും. ഈ തന്തിയാൻ അവിടെ ഇരുന്ന് തിന്നും. മകള് പോവും. അവനെ കെട്ടിപ്പിടിക്കുക അരകുറ തുണിയും ഇട്ടിട്ട് ആട്ടം കാണിക്കാൻ പോകും. വേദാവച്ചി ഭിത്തി ഇങ്ങനെ അകത്ത് പെയിന്റും എല്ലാം കാണാം, പുറത്ത് കറുത്തിരിക്കും മുഴുവൻ. അതിന്റെ ആ സിമെന്റും കൂടെ കട്ടട സിമെന്റും കൂടെ തേപ്പില്ലെങ്കിൽ കട്ട നനഞ്ഞു പോകും. അങ്ങനെ വീടിന്റെ അവസ്ഥ, ഈ സാധനം ഫിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. ഇതൊന്നും ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം ഞാൻ മിണ്ടാതിരുന്നു. ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത് നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇതുപോലുള്ള വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ, ഈ ഉണ്ടാക്കുന്നവൻ പറയുന്ന ആൾ അവിടെ താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിക്കാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത്. ഈ ഒരു അതായത് നീയും നിന്റെ പെണ്ണും പിള്ളയും കുത്തിക്കഴപ്പൊള്ളിൽ ഒരു കൊച്ചിനെ ഉണ്ടാക്കുന്നു. ആ കൊച്ചിൻ്റെ ചെലവും അവൾ ഉണ്ടാക്കിയ കുട്ടിക്കും ചെലവിനും അവൾക്ക് വീടും വെച്ചു കൊടുത്ത് കാറും വാങ്ങിച്ചു കൊടുത്ത്, എടാ ഒരു കാറും കൂടെ വാങ്ങിച്ചു തരട്ടെ ഞങ്ങൾ. അവളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കഷ്ടപ്പെടില്ലേ? വണ്ടി കയറി ബസ്സിൽ കയറി ഓട്ടോറിക്ഷയിലൊക്കെ കയറി കഷ്ടപ്പെടുന്ന രേണുവിന് വേണ്ടി ഞങ്ങളൊരു കാറും കൂടെ വാങ്ങി തരട്ടെ. സുഖിക്കോ? കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൊണ്ട് പറയും. ഞങ്ങളെ നോക്കണ്ട. ഈ കുഞ്ഞിനെ ഓർത്തോ, ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനോ കിച്ചു, അവന് 21 വയസ്സായി. സുധി മരിക്കുമ്പോൾ അവന് 19 വയസ്സുണ്ട്. അവൻ കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷന്. അന്തടി നീ ചത്തുപോയാ? നീ ജീവിച്ചല്ലേ ഇരിക്കുന്നടി അലവലാതി? നീ നീ ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് ഋതപ്പന എന്തിനാ ആളുകൾ പറയണത്? നീ അതിനും കൂടെ ചെലവിന് കൊടുക്കണോ ഞങ്ങള്? നീയല്ലേ കിടന്നുണ്ടാക്കിയത്? നീ ഉണ്ടാക്കിയെങ്കിൽ നീ ചെലവിന് വിട്. നാട്ടുകാരെ പിടിക്കണേ എന്തിന്? അയ്യോടി ഋതപ്പൻ ആരും പറയുന്നില്ലെന്ന്. അയ്യോ ഋതപ്പൻ മൂത്ത ചെറുക്കൻ പുരുഷനാത്രേ. തൗപ്പൻ്റെ കണ്ടുകൊടുത്താ. ഇതെന്താ കളിയെന്ന് മനസ്സിലായ? ഈ വീടും പെരയിടും ആ ചെറുക്കനെ കിട്ടൂല. കൊടുക്കൂല അവര്.
അവൻ ജോലി കിട്ടി നീ പൊയ്ക്കോന്ന് പറയും. അവൻ്റെ പഠന ചെലവ് കൊടുക്കുന്നത് 24 ആ പറയുന്ന ചാനലുകാർ. അവനെവിടെയെങ്കിലും നല്ല പ്ലേസ്മെൻറ്റും കിട്ടും. അവൻ ആക്ടിങ്ങിനൊക്കെ തയ്യാറാണെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ പ്ലേസ്മെൻറ്റും കിട്ടും. അവനത് അറിയാമെന്ന് തോന്നും. അത് പോവുക. ആ കുട്ടിക്ക് നല്ല ടാലൻ്റ് ഉള്ളതുകൊണ്ട് അവൻ്റെ ചാനലും ഒക്കെ ആയിട്ട് അത് സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നത്. അവൻ ഇങ്ങോട്ട് വരികയോ കംപ്ലയിൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഈ ടെററുകളുടെ അടുത്തേക്ക് ആ കുട്ടി വരുമെന്ന് തോന്നുന്നുണ്ട്, വരൂല. അപ്പോൾ അത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള സർക്കസാണ് അവർ ഈ കാണിക്കണം കൊടുക്കുക. ഈ തന്തിയാനാണ് ഇതിൻ്റെ ആണിവേര്. ഇവക്ക് നല്ല 2 പൊട്ടീരും പൊട്ടിച്ച് ഇവളെ പിടിച്ച് അവിടെ കെട്ടിയിടാൻ ആളില്ലാതെ പോയിട്ടാണ്. സുധിയുടെ അപ്പനാണ് അമ്മയുമാണ് അതിനകത്തുണ്ടെങ്കിൽ ഇവൾ ഇതുപോലെ ഇറങ്ങിപ്പോയി കുത്തഴിഞ്ഞിട്ട് തോന്നിയ കണക്കൊക്കെ കയറി വരികയും കണ്ടന്മാരുടെ അടുത്ത് കിടന്ന് ഉരുളയും പെരളയും ചെയ്യുമ്പോൾ അവർ ചോദ്യം ചെയ്യും. കാരണം അവരെ മകൻ്റെ പേരാണ് ബാധിക്കപ്പെടുന്നത്. തന്തിക്കത് പ്രശ്നമില്ല. തന്തി കംപ്ലൈൻറ്റ് ചെയ്യണം. ഈ വീട്ടിനകത്ത് ഓട്ടയുണ്ട്, ആ ഓട്ടയ്ക്കകത്തൊരു മൂട്ടയുണ്ട്, എനിക്കിവിടെ ഇരിക്കാൻ പറ്റണില്ല. പിന്നെ തന്തി ഞാൻ കഷ്ടപ്പെട്ടിടാ 5 രൂപ നീ അതിനകത്ത് ഇട്ടാടാ, ഇവിടെ 5 രൂപ നീ അതിനകത്ത് ഇറക്കിയാ നീ. ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ നിങ്ങൾ രണ്ടുപേരും പോകുമ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തണം. അവൻ്റെ അച്ഛൻ നോക്കിക്കോളും. താമസിക്കുന്ന രാജ്യമാ എനിക്കതേ പറയാനുള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെയും ഈ കുറെ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത്, സ്വർഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവർ ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കാം. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? 5.5 വയസ്സുള്ള കൊച്ചിനെ കൊണ്ടുപോയി ഓർഫനേജിലാക്കണം. ആരും നോക്കാനില്ലെങ്കിൽ ഇവിടെ കരുണാലയമുണ്ട്. എന്തിനിതുകൊണ്ടല്ല അവിടെ അടൂരില്ല, ആരും നോക്കാനില്ലാത്തവരെ നോക്കുന്ന ഒരു പ്രത്യേകത ആലയമുണ്ട്. അവിടെ കൊണ്ടാക്കണം. എടാ, അമ്മത്തൊട്ടിൽ കൊണ്ടിടുന്ന കൊച്ചിന് 5 മണിക്കൂർ പോലും പ്രായമില്ല. 5 മണിക്കൂർ പോലും പ്രായമില്ലാത്ത കുട്ടികളെ കൊണ്ടിടാനുള്ള സ്ഥലമാണ് അമ്മത്തൊട്ടിൽ. അവിടെ കൊണ്ടിടും. അല്ലെങ്കിൽ വല്ല അനാഥാശ്രമത്തിലും കൊണ്ടിടും. ആരും നോക്കാനില്ലാത്ത കൊച്ചുങ്ങളെ അനാഥാലയത്തിൽ കൊണ്ടുവരാൻ ഞങ്ങളടുത്ത് പറയണ എന്തിന്? ഞങ്ങൾക്ക് വല്ല സുഖമില്ല. ഈ സംസാരിക്കുന്നത് ഒരു ഫോൺ കൈ കിട്ടിയോണ്ട് അതേ കയറി സംസാരിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഓർക്ക് ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൂ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഞങ്ങളെ ചീത്ത വിളിപ്പിച്ചു. ഞങ്ങൾക്ക് ഇത് സത്യസന്ധമായ കാര്യം ഞാനിവിടെ പറയുന്നത്. ഇവിടെ വന്ന് കണ്ടോ നിങ്ങൾ? ഈ ഒരു പൈസ എങ്കിലും മുടക്കി മുടക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടെ അയൽവക്കം എന്ന് പറഞ്ഞാൽ 5.5 ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന വിഷയമുള്ളൂ. ബാക്കി ഞങ്ങൾ ഇറങ്ങി വേണം അയൽവക്കത്ത്. അത് ശരി, 5.5 ഏക്കർ പറമ്പിന്റെ നടുക്കാണ് ഇവരുള്ളത്. അയൽവത്തൊന്നും ആളില്ല, ചുമ്മാ അല്ല. അയൽവക്കത്തൊന്നും ആളില്ലാത്തത് നല്ലതല്ലേടാ. ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ അവർ കയറി അടിച്ചേനെ. സംസാരിക്കാനായിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഈ തിരുമേനി അല്ലെങ്കിൽ ബിഷപ്പിന്റെ അടുത്താൽ ഇദ്ദേഹത്തിന് ആര് പറഞ്ഞു? ഞങ്ങൾ എന്ന് പറഞ്ഞു ഈ അളവൊന്ന് പണിയാനേ. എന്നിട്ട് ഈ കണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. നാട്ടുകാരുടെ മലയാളികൾ നിങ്ങളൊന്ന് കാണണം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത്. ഇയാള് പറഞ്ഞ കള്ളം എവിടെ നനഞ്ഞെന്ന് പറഞ്ഞില്ല. അവർക്ക് അറിയാമോ ഇത് അവിടെ ജോലിന്ന് എന്താന്ന്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഭീമിന്റെ അടി സിറ്റൗട്ടിന്റെ അടി ലീക്കുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വേറെ എങ്ങും ലീക്കുണ്ടെന്ന് പറഞ്ഞു ഇല്ലല്ലോ. അവിടെ കൊണ്ട് ഈ 2 മുറിയുടെ ഓടിട്ടത് തെറ്റാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓട് കയറി ഇറങ്ങിയാണ് കിടക്കുന്നത്. അതിന്റെ കാര്യം മേലൊരു വീതി താഴെ വീതി മൊത്തത്തിൽ എഞ്ചിനീയറിംഗ് കംപ്ലൈന്റ്. അത് കാറ്റടിക്കും നല്ല ശക്തമായി പറഞ്ഞില്ലേ നനയെന്നല്ലേ പറഞ്ഞു. അത് കള്ളി അവളുടെ കള്ളത്തരം പൊളിച്ചടുക്കി. താൻ എന്നെ കള്ളത്തരം പൊളിച്ചിട്ട് ഒന്നുമില്ല, ഒരു കള്ളത്തരം പൊളിച്ചില്ല. ഞങ്ങൾ സത്യസന്ധയുടെ കാര്യം പറഞ്ഞു. ഈ വീടിന്റെ ഇവിടെ വന്ന് നിങ്ങൾ ആരെങ്കിലും വന്ന് കാണും. ഞങ്ങൾ ഈ ചാനൽ വഴി ഇട്ടാക്കാം. അത് സത്യമാണോ എന്ന് വന്നുമാ. ഒരു ബോധവും പരബോധവും ഇല്ലാത്തവൻ്റെ വീഡിയോ കണ്ടിട്ടിരുന്ന് നമ്മൾ വല്ലതും പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒന്നും പറയാനില്ല. ഏതായാലും വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഇതല്ലാതെ മറ്റൊരാളൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മിണ്ടായിരടാ നിന്റെ വർത്തമാനം ഞാൻ കേൾക്കാൻ തയ്യാറല്ല. നീ ചിലക്കാതെ. ഇല്ല, കൊടുക്കുകയുമില്ല. ഇഷ്ടതലമായി കൊടുക്കില്ല. ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ആരോഗ്യമുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു ലേഡിക്കായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. രേണു സുധി എന്ന് പറയുന്ന ഇത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് കൊടുക്കണം. രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ, രേണു സുധിയുടെ ഫാദറിനോ, രേണു സുധിയുടെ മദറിനോ, രേണു സുധിയുടെ ചേച്ചിക്കോ, രേണു സുധിയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ 1 സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല.
ഏത് മനസ്സിലായി നിങ്ങൾക്ക്? രേണു സുധിയുടെ മതി 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 അച്ഛാ 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 മിണ്ടായി അച്ഛ. രേണു സുധിയുടെ ഫാമിലിക്കോ, രേണു സുധിക്കോ, രേണു സുധിയുടെ അപ്പനോ, രേണു സുധിയുടെ പ്രതീഷിനോ ഒന്നുമല്ല ആ വീട് കൊടുത്തിരിക്കുന്നത് സുധി എന്ന വ്യക്തിയുടെ 2 ആൺമക്കൾക്കാണ്. അവർക്ക് അവിടെ താമസിക്കാനാണ്. ആ പയ്യനൊരു റൂം അവിടെ ഇല്ല. ഇത് വേറൊന്നുമല്ല, ഈ കളിമുഴുക്ക. വാസ്തവത്തിൽ എല്ലാവരും രോക്ഷാകുലരായി ഇതിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ ഈ പറയുന്ന സ്ത്രീയുടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ കള്ളം ഉണ്ടല്ലോ, അതിവിടെ ഫ്ലോപ്പ് ആവുകയാണ്. ആ അവാർഡ് അതിൻ്റെ അടിയിൽ കിടന്നു. അവനെ ചവിട്ടി തേക്കുന്നതിന് തുല്യമായി ആ സാധനം അവൾ അങ്ങനെ കീപ്പ് ചെയ്തു. അത് ഡിസ്കഷന് വരാതിരിക്കാൻ അപ്പനും മോളും കൂടെ ഇറങ്ങിയിരുന്ന് സർക്കസ് പറയുന്നത് കൂടുതൽ നാറും എന്നതിനപ്പുറം അപ്പനും മോളും വിചാരിച്ചൊരു വശത്തേക്ക് ഈ സംഗതി എത്തത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. മുഴുക്ക എനിക്ക് മനസ്സിലായ സംഗതി അതാണ്. ഇനി ഇവൾ പറയുന്ന ഇവർ കിടന്ന് ചാടുന്നതും ഒച്ചപ്പാടിടുന്നതൊക്കെ കണ്ടാത്തൊന്നും ഇവർ പൈസ മുടക്കി ഉണ്ടാക്കിയ വീടാണ് എന്നുള്ളത്. മെയിൻ്റനൻസ് തീരെയില്ല. അഥവാ ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ മോള് സമ്പാദിക്കുന്നില്ലേ? അച്ഛനിക്ക് നല്ല തണ്ടല്ലും എടുക്കൊണ്ടല്ല, കിളയ്ക്കാൻ പോയ 1000 രൂപ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു 5 ദിവസത്തെ മെനക്കേടുണ്ടെങ്കിൽ അവിടെ ഒരു പർഗോള സ്ഥാപിച്ച ഇത് മാറ്റിക്കൂടെ? എടാ കാലമാടാ, അത്യാവശ്യം കയറിക്കിടക്കാനായിട്ട് അടച്ചുറപ്പുള്ള ഒരു വീട് കിട്ടുമ്പോൾ അഹങ്കരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വയനാട്ടിലല്ലടാ വരേണ്ടത് ഈ ഉരുൾപൊട്ടൽ. നിന്റെ വീടിന് ചുറ്റുവട്ടാരത്തില്ല. അതിൽ മുഴുക്ക ഒലിച്ചു പോവുകയും വേണം, നീ ആ മൂലയെ കിടക്കുകയും വേണം ജീവനോടെ. മൊത്തം ഒലിച്ചു പോകണോടാ. എന്നിട്ട് നീ ആ മൂലയെ കിടക്കണം. 5 പൈസ ഗവൺമെൻറ്റോ ഒരു മനുഷ്യരോ നിനക്ക് തരാനും പാടില്ല. അപ്പോഴേ നിനക്ക് മനസ്സിലാവും മനുഷ്യൻ വീട് കിട്ടാൻ, വീട് വെക്കാൻ എന്തോരം കഷ്ടപ്പെടും. ഇവിടെ എത്രയോ മനുഷ്യർ വീടില്ലാത്ത കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. ജോലി ചെയ്യാൻ വയ്യാത്ത ഒരു അമ്മയും കുഞ്ഞിനെ ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു. അവർക്ക് ഇരുന്ന് നിരങ്ങാണ്. ചക്ക വെട്ടിയാണ് അവർ വിറ്റെന്തൊക്കെയോ ചെയ്യുന്നത്. ഒരു ചക്ക വെട്ടി കൊടുക്കുമ്പോൾ 20 രൂപ എന്തോ കിട്ടും പോലും. ആ പാവപ്പെട്ടവൾ അങ്ങനെ അവരുടെ കൊച്ചിന് ചാപ്പാട് കൊടുക്കും. വീടില്ല. അതിനൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. അവൾ ചാനലും ഉണ്ടാക്കി അവളങ്ങനെ നടന്നു. ഇനിയിപ്പോൾ ബിഗ് ബോസിലേക്ക് പോവുകയാണ് തള്ളച്ചി ബിഗ് ബോസിൽ പോകുന്നതോടെ നല്ലൊരു എമൗണ്ട് കിട്ടും. ഇൻ്റർവ്യൂവിന് പോയാൽ ഇത്ര രൂപ, ഉദ്ഘാടനത്തിന് പോയാൽ അത്ര രൂപ. അപ്പം പിന്നെ വിടുവോ? പൊളക്കൂലേ കിടന്ന്. ആ പൊളപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു വല്ലാത്ത തരം പൊളപ്പ്. എനിക്കതാ മനസ്സിലായത്. നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക, കേൾക്കാമല്ലോ. ഇനി ഇത് ചെയ്യേണ്ടി വരും എന്നുള്ളത് മനസ്സിലായി. അനുബന്ധമായി ഇനി അടുത്ത് വരാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പം തീർന്നിട്ട് ഇനി രേണു നേരെ കയറി പിടിക്കുക സുധിയുടെ അമ്മയാണ്. സുധിയുടെ അമ്മയെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്ന് ആളുകൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ സുധിയുടെ അമ്മ കുട്ടിയെ നോക്കുന്നുണ്ടായിരുന്നില്ല എന്ന പരാതിയുമായി രേണു രംഗത്ത് വരികയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് അടുത്ത പക്കം അതായിരിക്കും. കാണാം.